Spend some time to learn coding. എല്ലാവരും കുറച്ച് സമയം കോഡിംഗ് പഠിക്കാനായിട്ട് ചെലവഴിക്കുക. What skills do you need to learn coding? നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യം, അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് വേണം കോഡിംഗ് പഠിക്കാനായിട്ട്? Ability to read and write English. ഇംഗ്ലീഷ് നല്ലവണ്ണം എഴുതാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം. നോളജ് ഓഫ് ബേസിക് മാത്തമാറ്റിക്സ്. അത്യാവശ്യം വേണ്ടുന്ന മാത്തമാറ്റിക്സിൻ്റെ അറിവ് വേണം. ലോജിക്കൽ റീസണിങ്, ലോജിക്കലായിട്ട് എന്ത് തീരുമാനം എടുക്കാനുള്ള ലോജിക്കൽ റീസണിങ് കഴിവുണ്ടാവണം. കോമൺ സെൻസ്, സാധാരണ വേണ്ടുന്ന ഒരു കോമൺ സെൻസ് വേണം. കോഡിംഗ് സ്കിൽ, കോഡ് ചെയ്യുന്ന എങ്ങനെയാണ് കോഡ് ചെയ്യുന്ന അതിൻ്റെതായ സിൻറ്റാക്സും റൂൾസും ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെതായ ഒരു സ്കില്ല് ആവശ്യമാണ്. ടിപ്പ് ഫോർ ദ ഡേ: അച്ചീവ് ഫ്രീഡം. ഒരു ദിവസത്തെ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അച്ചീവ് ഫ്രീഡം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗെറ്റ് റെഡി ടു ലേൺ ബേസിക്. ബേസിക് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു 1991 ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബേസിക്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കോഡിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ബേസിക്. ബേസിക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബേസിക്. Beginners All-Purpose Symbolic Instruction Code was invented by Professors J.G. Kemeny and T.E. Kurtz of Dartmouth College, New Hampshire, USA. ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് ഈ ബേസിക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമുക്ക് അത്രയും മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു സിമ്പിൾ പ്രോഗ്രാം, വളരെ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം, നമ്മളെ അഡ്രസ്സ് തന്നെ പ്രിൻറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ കടക്കുകയാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ അഡ്രസ്. ഈ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴുള്ള ഓരോ ലൈനിനും പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും അതിന്. ഓരോ ലൈനും ഓരോ നമ്പേഴ്സ് കൊടുത്തിരിക്കണം. ആൻഡ് ദോസ് നമ്പേഴ്സ് ഷുഡ് ബി ഇൻ ഇൻക്രീസിങ് ഓർഡർ. അത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന നമ്പേഴ്സ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് 10 റം പ്രോഗ്രാം ടു പ്രിൻ്റ് അഡ്രസ്. റം എന്ന് പറയുന്നത് ഇവിടെ റിമാർക്കാണ്, ജസ്റ്റ് ലൈക്ക് ഡോക്യുമെൻറ്റേഷൻ, അല്ലെങ്കിൽ എന്ത് പറയും, കമൻറ്റ്സ് കൊടുക്കുന്ന പോലെ. 10 റം പ്രോഗ്രാം ടു പ്രിൻ്റ് അഡ്രസ്. ഈ പ്രോഗ്രാം എന്ത് പർപ്പസിനാണ് എഴുതുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് റം എന്ന് പറയുന്നത് സ്റ്റാർ മാർക്ക് കൊടുക്കുക, പ്രോഗ്രാം ടു പ്രിൻ്റ് അഡ്രസ് കൊടുക്കുക, അവസാനവും നമ്മളൊരു സ്റ്റാർ മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ് ലൈൻ കണ്ടോ, അടുത്ത ലൈൻ 20 ആണ്. ഇൻക്രീസിങ് ഓർഡറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എത്രയാണ്? 20. പ്രിന്റ് ഡാലിയ സി. 30 പ്രിന്റ് നക്ഷത്ര. 40 പ്രിന്റ് ബിഹൈൻഡ് ഫോക്കസ് മാൾ. 50 പ്രിന്റ് മാവൂർ റോഡ്. 60 പ്രിന്റ് കാലിക്കറ്റ്. 70 എൻഡ്. ഇത് ഒരു സിമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് ദ അഡ്രസ് ആണ്. ബേസിക്കലി എങ്ങനെ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതുമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈച്ച് ലൈൻ ഇൻ ദ പ്രോഗ്രാം ഇസ് കോൾഡ് എ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇസ് ഗിവൺ എ സെപ്പറേറ്റ് ലൈൻ നമ്പർ. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിന് ഓരോ ലൈനിനെയും പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതിന് ഓരോ സെപ്പറേറ്റ് വ്യത്യസ്തമായ ലൈൻ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദോസ് നമ്പേഴ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ലൈൻ നമ്പേഴ്സ്. സ്റ്റേറ്റ്മെന്റ്സ് കണ്ടോ, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ലൈൻ നമ്പേഴ്സ്. ലൈൻ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. ദ എൻഡ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ടെർമിനേറ്റ്സ് ദ പ്രോഗ്രാം ഹാസ് ദ ഹയസ്റ്റ് ലൈൻ നമ്പർ. എപ്പോഴും എൻഡ് സ്റ്റേറ്റ്മെന്റിന് ഹയസ്റ്റ് ലൈൻ നമ്പർ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? അത് ഏറ്റവും അവസാനത്തെ ലൈൻ നമ്പർ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ. ദ ടേംസ് റെം, പ്രിന്റ്, എൻഡ് ആർ റിസർവ്ഡ് വേർഡ്സ്. റിസർവ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്കായി
ഉപയോഗിക്കുന്ന വാക്കുകളാണ് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. ദാറ്റ് ഈസ് ദേ റിസർവ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഇൻ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകും? ഡാലിയ സി, നക്ഷത്ര, ബിഹൈൻഡ് ഫോക്കസ് സ്മാർട്ട്, മാവു റോഡ്, കാലിക്കറ്റ്. റം. Rum is a non-executable statement and stands for remark. It is meant to be read by people and the computer does not pay any attention to what is said in the rum statement. The star is strictly used to improve the appearance. Rum എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? അത് റിമാർക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഒരു കമന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിസർവ്ഡ് കീവേഡാണ് rum. എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ഉണ്ട്. ഒരു 10 കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ചേർന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അവരെല്ലാം അവരെ പ്രോഗ്രാമിങ്ങിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കമന്റ് കൊടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് അവരിൽ ആർക്കെങ്കിലും വേറൊരു ജോലി കിട്ടി വേറൊരു ഓർഗനൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് വേറൊരാളെ വന്നിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അവർക്ക് ഈ പോയ ആളെ എങ്ങനെ ചെയ്തു, എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്തത് എന്ന് അറിയാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കമൻറ്റിങ് സെക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. അവരെന്തൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ ലൂപ്സ് ഉപയോഗിച്ച്, അവരുടെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ കോഡിംഗ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ പുതിയ വന്ന ആൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? റം സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് കൊണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ചത് കാരണം. സ്റ്റാർ ഇസ് സ്ട്രിക്ട്ലി യൂസ് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ്. ബേസിക്കൽ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അടുത്ത എന്താണ്? പ്രിന്റ്. പ്രിന്റ്സ് ഔട്ട് ദ ക്യാരക്ടേഴ്സ് ബിറ്റ്വീൻ ദ കൊട്ടേഷൻസ് ആസ് ദേ അപ്പിയർ. അത് ജസ്റ്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. എൻഡ് ടെർമിനേറ്റ്സ് ദ പ്രോഗ്രാം. റീക്യാപ്പ്. We discussed a simple program to print the address. We discussed about the basic statements like rum, print and end. ഈ ഒരു സെഷനിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഒരു സിമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് അഡ്രസ് ഞാൻ ഡിസ്കസ് ചെയ്തു. കൂടാതെ ബേസിക് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് റം, പ്രിന്റ് ആൻഡ് എൻഡിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്നും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തു. ലെസൺ 2 അല്ലെങ്കിൽ ലെക്ചർ 2ലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബേസിക് ലിസ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എങ്ങനെ ഒരു സിമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് എഴുതാം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ റം, പ്രിന്റ് ഒക്കെയാണ് ഉപയോഗിച്ച് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതെങ്ങനെ ലിസ്റ്റ് ചെയ്യണം, അതെങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ലെക്ചറിൽ പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ ദ എൻറ്റയർ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ്, just type the command list. If you want to display a portion of your program, just type the command list 30 to 60 or specify the numbers and then press enter key. ഇവിടെ നമുക്ക് നമ്മൾ എഴുതി ഉണ്ടാക്കിയ പ്രോഗ്രാം മൊത്തത്തിൽ കാണണമെങ്കിൽ just type the command list, list എന്ന കമാൻഡ് കൊടുത്ത് പ്രസ് എൻ്റർ കീ. അപ്പോൾ നമ്മൾ എഴുതിയ എല്ലാ പ്രോഗ്രാമും ലിസ്റ്റ് ചെയ്ത് വരും. പക്ഷേ അതർ കേസിൽ നമുക്ക് എല്ലാ ഹോൾ പ്രോഗ്രാം കാണണ്ട, ഒരു ഭാഗം മാത്രം കണ്ടാൽ മതി, ഒരു പോർഷൻ ഓഫ് എ പ്രോഗ്രാം മാത്രം കണ്ടാൽ മതിയെങ്കിൽ അതിനുള്ള സിൻടാക്സ് ആണ് ലിസ്റ്റ് ലൈൻ 1 ഹൈഫൺ ലൈൻ 2, where line 1 is the first line to be listed and line 2 is the last line to be listed. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് എന്താണ്? ലിസ്റ്റ് 30 ഹൈഫൺ 60. 30 ആണ് ഫസ്റ്റ് ലൈൻ ടു ബി ലിസ്റ്റഡ്, 60 ആണ് ലാസ്റ്റ് ലൈൻ ടു ബി ലിസ്റ്റഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രോഗ്രാമിൻ്റെ 30 പ്രോഗ്രാം ലൈൻ നമ്പർ തൊട്ട് 60 പ്രോഗ്രാം ലൈൻ നമ്പർ വരെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അടുത്തത് പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് ഇസ് നോൺ ആസ് എഡിറ്റിംഗ്. ഇപ്പോൾ എന്തെങ്കിലും ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തെറ്റുകൾ സാധാരണയാണ്. ഇങ്ങനെ വരുന്ന തെറ്റുകളിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. let a equal to 10, let a equal to 20, let b equal to 3, 30, print a plus star b, 40 end. അപ്പം നമുക്കത് കണ്ടാൽ തന്നെ അറിയാം ലൈൻ നമ്പർ പ്രോഗ്രാം ലൈൻ നമ്പർ 30ൽ ഒരു എറർ ഉണ്ടെന്ന്. എ പ്ലസ് സ്റ്റാർ ബി ബേസ് അതൊരു എററാണ്, തെറ്റാണത്. ദിസ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് എൻ എറർ അറ്റ് ലൈൻ നമ്പർ 30. സോ ജസ്റ്റ് ടൈപ്പ് 30 print a star b and press enter key. നമുക്ക് ഏതാണോ വേണ്ട കറക്റ്റായ ഫോം
അത് ലൈൻ നമ്പർ കൊടുക്കുക. ലൈൻ നമ്പർ ഇവിടെ 30-ലാണല്ലോ, അപ്പോൾ 30 എന്നുള്ള ലൈൻ നമ്പർ കൊടുത്ത് കറക്റ്റ് ഫോമിൽ എഴുതുക, പ്രിന്റ് എ സ്റ്റാർ ബി. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഓൾഡ് ലൈനിനെ ന്യൂ ലൈൻ റീപ്ലേസ് ചെയ്തോളും. പിന്നെ അതിന് വേറൊരു കമാൻഡ് ഉണ്ട്. വി ക്യാൻ ഓൾസോ യൂസ് എഡിറ്റ് ലൈൻ നമ്പർ ആൻഡ് പ്രസ് എൻ്റർ കീ. എഡിറ്റ് 30 ആൻഡ് പ്രസ് എൻ്റർ കീ. അതൊരു വേറൊരു മെത്തേഡാണ്. അങ്ങനെ 2 മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ആണ് നമ്മളിപ്പം നോക്കിയിരിക്കുന്നത്. അടുത്തത് റീപ്ലേസിംഗ് എ ലൈൻ. ഹിയർ ദ ന്യൂ ലൈൻ റീപ്ലേസസ് ദ ഓൾഡ് ലൈൻ. പ്രോഗ്രാം ലൈൻ നമ്പർ 30, ലെറ്റ് എ ഈക്വൽ ടു 40, let b equal to 3, 50, print a star b, 60, end. If we want to replace it with another line, just type the new line number and give 50, let x equal to a star b. കഴിഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ 50 പ്രിന്റ് എ സ്റ്റാർ ബി ആണ് ഉള്ളത് അല്ലേ? ആദ്യം അതിനെ എനിക്ക് മാറ്റണം. അപ്പം ഞാൻ അതേ പ്രോഗ്രാം ലൈൻ നമ്പർ കൊടുത്തിട്ട് ലെറ്റ് എക്സ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് കൊടുത്തു. ആൻഡ് ദെൻ പ്രസ് എൻ്റർ കീ. സോ ദ പ്രോഗ്രാം ഗെറ്റ്സ് ചേഞ്ച് ടു 30, let a equal to 2, 40, let b equal to 3, 50, let x equal to a star b, 60, end. അടുത്തത് adding a line. Here if you want to add a new line after line number 50, അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കുന്നു? 30 let a equal to 2, 40 let b equal to 3, 50 let x equal to a star b, 60, end. നമുക്ക് 15ക്ക് ശേഷമാണ് നമുക്ക് ലൈൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 15ൻ്റെയും 16ൻ്റെയും ഇടയിലാണ് നമുക്ക് ലൈൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ജസ്റ്റ് ടൈപ്പ് 55 പ്രിന്റ് എക്സ്. സോ ദ പ്രോഗ്രാം ഗെറ്റ്സ് ചേഞ്ച് ടു. ആ പ്രോഗ്രാം എന്തൊക്കെ മാറ്റം വന്നു? 30 let a equal to 2, 40 let b equal to 3, 50 let x equal to a star b, 55 print x, 60 end. അടുത്തത് deleting a line. Here if you want to delete a line, just type the particular line number and press enter key. 30 let a equal to 2, 40 let b equal to 3, 50 let x equal to a star b, 60 end. Just type 50 and press enter key, then the program line gets deleted. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 50 പ്രോഗ്രാം ലൈൻ നമ്പർ 50 ഡിലീറ്റ് ചെയ്ത് പോയി. ബാക്കി എന്താ ബാക്കിയുള്ളത്? 30 let a equal to 2, 40 let b equal to 3, 60 end മാത്രമേ ഉള്ളൂ. അപ്പം റിമെമ്പർ, ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എപ്പോഴും ലൈൻ നമ്പർ ഉണ്ട്. ഒരു പ്രോഗ്രാം ലൈനിനെ ലൈൻ നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീക്യാപ്പ്. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ലിസ്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഡിസ്കസ് ചെയ്തു അല്ലേ? എങ്ങനെ ഒരു പ്രോഗ്രാം ലിസ്റ്റ് ചെയ്യണം, പിന്നെ എങ്ങനെ ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തു. റീപ്ലേസിംഗ് എ ലൈൻ ഡിസ്കസ് ചെയ്തു. ആഡിങ് എ ലൈൻ ഡിസ്കസ് ചെയ്തു. 15ൻ്റെയും 16ൻ്റെയും ഇടയിൽ ഒരു ലൈൻ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രോഗ്രാം ലൈൻ 55 കൊടുത്തിട്ട് കൊടുക്കുക. ഡിലീറ്റിംഗ് എ ലൈനും ഡിസ്കസ് ചെയ്തു. താങ്ക് യു.